ഹലോ ഹായ് എല്ലാവർക്കും ലേണയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് ഓഗസ്റ്റ് മാസത്തിലെ അക്കാദമിക് അപ്ഡേറ്റ്സ് ആണ്. നമ്മുടെ ചാനലിന്റെ പേരെന്താണ്? ജോബ് ആൻഡ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ്. വൈ ഡു ഐ ആസ്ക് യു ടു സബ്സ്ക്രൈബ്? എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി അക്കാദമിക് അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഡെയിലി ജോബ് അപ്ഡേറ്റ്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിരിക്കും. ഇപ്പൊ നിങ്ങളിപ്പോ +2 കഴിഞ്ഞിട്ട് ഒരു ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്. അതല്ല ഡിഗ്രി കഴിഞ്ഞിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കുള്ള വീഡിയോസ് നമ്മുടെ കയ്യിലുണ്ട്. അതല്ല PG കഴിഞ്ഞിട്ട് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണോ, പുറത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണോ, അതോ വിദേശത്ത് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണോ, അതോ തുടർ പഠനത്തിന് താല്പര്യമുള്ളവരാണോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഉത്തരം നമ്മുടെ ചാനൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അക്കാദമിക് അപ്ഡേറ്റ്സ് ആയിട്ടാണല്ലോ. അപ്പൊ എന്താ പറയാനുള്ള കാരണം? ഓപ്പൺ സർവകലാശാലയിൽ ഡിഗ്രി PG കോഴ്സുകൾ പഠിക്കാനുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ്. കൊല്ലം ആസ്ഥാനമായിട്ടുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിൽ 2025-26 ജൂലൈ-ഓഗസ്റ്റ് സെഷനിലെ അടുത്ത ജൂലൈ-ഓഗസ്റ്റ് സെഷനിലെ പ്രവേശനത്തിന് സെപ്റ്റംബർ 10 വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇതില് പ്രത്യേകതകൾ എന്തൊക്കെയാ ചോദിച്ചു കഴിഞ്ഞാൽ സ്വയം പഠനത്തിന് അച്ചടിച്ച മാറ്ററും ഡിജിറ്റൽ രൂപവും, സഹായ കേന്ദ്രങ്ങളിലെ കൗൺസിലിംഗ്, ഓൺലൈനിൽ അധ്യാപകരുമായിട്ടുള്ള ഡിസ്കസ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ, വീഡിയോ സെഷൻ എന്നിവ അടങ്ങിയിട്ടുള്ള ബ്ലെൻഡഡ് രീതിയിലായിരിക്കും അധ്യയനം തുടങ്ങുക. ബിരുദങ്ങൾ സാധാരണഗതിയിൽ പരമ്പരാഗത ബിരുദങ്ങൾക്ക് തുല്യമായിട്ട് പരിഗണിക്കുന്നതായിരിക്കും. ഇനി ഇതിന്റെ പ്രോഗ്രാമുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊക്കെ പ്രോഗ്രാമുകളാണെന്ന് ചോദിച്ചാൽ 4 വർഷത്തെ UG ഓണേഴ്സ് വേണമെങ്കിൽ 3 വർഷത്തിന് ശേഷം UG ഡിഗ്രി നേടി വിട്ടുപോരാവുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ്? BBA ഓണേഴ്സ് ഉണ്ട് കേട്ടോ. അതായത് ഹ്യൂമൻ റിസോഴ്സ്, മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ BBA ഓണേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ BCom ഓണേഴ്സ് ഉണ്ട്. ഫിനാൻസ്, കോർപ്പറേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ BCom ഓണേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ BA ഓണേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ഇംഗ്ലീഷ്, മലയാളം, ഹിസ്റ്ററി, സോഷ്യോളജിയിലാണ്. അപ്പോൾ 4 വർഷത്തെ UG ഓണേഴ്സ് വേണമെങ്കിൽ 3 വർഷത്തിന് ശേഷം UG ഡിഗ്രി നേടിയിട്ട് വിട്ടുപോരാവുന്നതാണ്. BBA ഓണേഴ്സ് ഹ്യൂമൻ റിസോഴ്സ് അതുപോലെ തന്നെ മാർക്കറ്റിംഗ്, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. BCom ഓണേഴ്സ് ഫിനാൻസ്, കോർപ്പറേഷൻ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. BA ഓണേഴ്സ് ഇംഗ്ലീഷ് അല്ലെങ്കിൽ മലയാളം അല്ലെങ്കിൽ ഹിസ്റ്ററി അല്ലെങ്കിൽ സോഷ്യോളജി എന്ന വിഭാഗത്തിലാണ് BA ഓണേഴ്സ് ഉള്ളത് കേട്ടോ. ഓക്കെ അല്ലേ? ഇനി അടുത്തത് എന്താ നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 വർഷത്തെ UGയുടെ കാര്യം പറഞ്ഞല്ലോ. അതിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BA നാനോ എന്റർപ്രണർഷിപ്പ്, സാൻസ്ക്രിറ്റ്, ഹിന്ദി, അറബിക്, എക്കണോമിക്സ്, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BCA പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BSc ഡേറ്റ സയൻസ് ആൻഡ് അനാലിറ്റിക്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 2 years PG ഉണ്ട്. ഏതൊക്കെയാണ്? MA ഇൻ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, സാൻസ്ക്രിറ്റ്, അറബിക്, ഹിസ്റ്ററി, സോഷ്യോളജി, എക്കണോമിക്സ്, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങി ഇത്രയാണ് ഏത് 3 years UG. അതുപോലെ തന്നെ 2 years PG പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ BA നാനോ ഓന്റർപ്രണർഷിപ്പ്, സംസ്കൃതം, ഹിന്ദി, അറബിക്, അതുപോലെ തന്നെ എക്കണോമിക്സ്, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി. BCA BSc ഡേറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സിലാണ് 3 years UG വരുന്നത്. 2 വർഷത്തെ PG വരുന്നത് MA ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, സംസ്കൃതം, അറബിക്, ഹിസ്റ്ററി, സോഷ്യോളജി, എക്കണോമിക്സ്, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതുപോലെ തന്നെ MCom അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ സൂചിപ്പിച്ച 29 പ്രോഗ്രാമുകൾക്ക് പുറമെ, അതായത് 29 പ്രോഗ്രാമുകളാണ് ടോട്ടൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൽ UG പ്രോഗ്രാമുകളുണ്ട്, അതുപോലെ തന്നെ PG പ്രോഗ്രാമുകളുണ്ട്. അപ്പോൾ 29 പ്രോഗ്രാമുകൾക്ക് പുറമെ MBA MCA എന്നിവയും ഉണ്ടായിരിക്കും. അവയുടെ പ്രവേശന വിജ്ഞാപനം പിന്നീടായിരിക്കും വരിക കേട്ടോ. 3 സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ വേറെയും ഉണ്ടായിരിക്കും. ഗ്രാന്റ് വഴി ഫീസ് സൗജന്യത്തിന് അർഹതയുള്ള പട്ടികജാതി, പട്ടികവർഗ, പിന്നോക്ക, ഹിന്ദു വിഭാഗക്കാരെ ട്യൂഷൻ ഫീ കൂടാതെ പ്രവേശിക്കുന്നതാണ്. അവർക്ക് മറ്റ് ഫീസ് അടയ്ക്കേണ്ടതാണ്. അപ്പം ട്യൂഷൻ ഫീസ് ഇല്ലാതെ അപ്ലൈ ചെയ്യാനും പറ്റും കേട്ടോ. ആദ്യം പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ MCom നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ 5 റീജിയണൽ സെന്റേഴ്സ്, അതായത് 5 പ്രാദേശിക കേന്ദ്രങ്ങളാണുള്ളത്. ഏതൊക്കെയാണ്? ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട്. ഫോൺ നമ്പർ 9188922088. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതിയാകും ട്ടോ. അതുപോലെ തന്നെ SNGS കോളേജ് പട്ടാമ്പി, SNGS തന്നെയല്ലേ, SNGS കോളേജ് പട്ടാമ്പി. ഫോൺ നമ്പർ എന്താണ്? 9188922087 എന്നുള്ളതാണ്. ഇനി ഗവൺമെന്റ് ആർട്സ് കോളേജ് തൃപ്പൂണിത്തറ 9188922086 എന്നുള്ളതാണ്. ബ്രണ്ണൻ കോളേജ് തലശ്ശേരി 9188922089 എന്നുള്ളതാണ്. ഇനി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അക്കാദമിക് ബ്ലോക്ക് കൊല്ലം 9188909901 എന്നുള്ളതാണ്. പിന്നെ എന്താണ്?
There are also learner support centers in 23 colleges in 14 districts. അതായത് എന്താണ് പറയുന്നത്, 14 ജില്ലകളിലായിട്ട് 23 കോളേജുകളിൽ ലേണർ സപ്പോർട്ട് കേന്ദ്രങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്താണ്, ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി, 9188909901 എന്നുള്ളതാണ്. ഇനി വെബ്സൈറ്റും കൊടുത്തിട്ടുണ്ട്, admission25@sgou@ac.in എന്നുള്ള വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെ അറിയാൻ പറ്റും, എന്തൊക്കെ പ്രോഗ്രാമുകളാണ്, ഏത് ലാസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ സെപ്റ്റംബർ 10 വരെ അപേക്ഷിക്കാവുന്നതാണ്. ഇതിൽ പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയോ, ഉദ്യോഗസ്ഥർക്കും ചേരാവുന്നതാണ്. ഇരട്ട ബിരുദ അവസരവും ഇതിലുണ്ടായിരിക്കും. അതായത് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് 2024 സെപ്റ്റംബർ 24 പുറപ്പെടുവിച്ച 381/2024 ഉത്തരവ് അനുസരിച്ചിട്ട് സംസ്ഥാന സർക്കാർ ജീവനക്കാർക്ക് എത്ര ദൂരെയുള്ള സ്ഥാപനത്തിലെയും സായാഹ്ന പാർട്ട് ടൈം വിദൂര വിദ്യാഭ്യാസ ഓൺലൈൻ കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാനുള്ള അവസരവും ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ ആ കാര്യവും ശ്രദ്ധിക്കണം. ഇപ്പൊ വർക്ക് ചെയ്യുന്നവർക്ക് ഒന്ന് പഠിക്കാൻ തോന്നുകയാണെങ്കിൽ അവർക്കും ഉള്ള ഒരു അവസരമാണ്, ഇരട്ട ബിരുദ അവസരവും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി ഏതെങ്കിലും സർവകലാശാലയിലെ റെഗുലർ പ്രോഗ്രാമിൽ പഠിക്കുന്നവർക്ക് TC ഇല്ലാതെ തന്നെ UGC മാനദണ്ഡ പ്രകാരം ഓപ്പൺ സർവകലാശാലയിലെ യോഗ്യത അനുസരിച്ച് ഇഷ്ടമുള്ള UG PG പ്രോഗ്രാം സമാന്തരമായിട്ട് പഠിക്കാനുള്ള അവസരവും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. എന്താണ് പറഞ്ഞത്, ഏതെങ്കിലും സർവകലാശാലയിൽ റെഗുലർ പ്രോഗ്രാമിൽ പഠിക്കുന്നവർക്ക് ഇനി അവർക്ക് TC ഇല്ലാതെ തന്നെ UGC മാനദണ്ഡ പ്രകാരം ഓപ്പൺ സർവകലാശാലയിലെ യോഗ്യത അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള UG PG പ്രോഗ്രാം സമാന്തരമായിട്ട് പഠിക്കാവുന്നതാണ് എന്നുള്ള കാര്യവും ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു നല്ല ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ വർക്ക് ചെയ്യുന്നവർക്ക് ഇരട്ട ബിരുദം വേണോ, അവർക്ക് ഇരട്ട ബിരുദ അവസരവുമാണ് വന്നിരിക്കുന്നത്. ഇനി ഒരു ഡിഗ്രി പഠിക്കുന്നവർക്ക് വേറെ ഡിഗ്രി പാരലായിട്ട് പഠിക്കണോ, അവർക്കും ഒരു അവസരമുണ്ട്. ഏതൊക്കെ പ്രോഗ്രാമുകളാണ് നമ്മൾ പറഞ്ഞത്, BBA ഓണേഴ്സ് ഉണ്ട്, BCom ഓണേഴ്സ് ഉണ്ട്, BA ഓണേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ BA നാനോ എന്റർപ്രണർഷിപ്പ്, സംസ്കൃതം, ഹിന്ദി, അറബിക്, എക്കണോമിക്സ്, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി. ഇപ്പൊ സൈക്കോളജി പഠിക്കണം എനിക്ക് പഠിക്കാം സാധ്യതയുണ്ട്, ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം. BCA BSc ഡേറ്റ സയൻസ് ആൻഡ് അനലിറ്റിക്സ് ഒക്കെ പഠിക്കാനുള്ള ഒരു അവസരമാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ PG കോഴ്സുകളുണ്ട്, അതായത് MA അല്ലെ, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, സംസ്കൃതം, അറബിക്, ഹിസ്റ്ററി, സോഷ്യോളജി, എക്കണോമിക്സ്, ഫിലോസഫി, പൊളിറ്റിക്കൽ സയൻസ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, MCom ഉണ്ട്. ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ MCom അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി 29 പ്രോഗ്രാമുകൾക്ക് പുറമെ എന്തൊക്കെയുണ്ട്, MBA MCA എന്നിവയും ഉണ്ട്. അവയുടെ പ്രവേശന വിജ്ഞാപനം പിന്നീടായിരിക്കും വരിക. 3 സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ വേറെയും ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലാണ് ഈ നമ്പേഴ്സ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതെന്താണ്, ഗവൺമെന്റ്, ഇത് 5 പ്രാദേശിക കേന്ദ്രങ്ങളാണ്. ഇവിടെ നിങ്ങൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയും. അതല്ല ഇനി വെബ്സൈറ്റിലാണ് അറിയണമെങ്കിൽ ആ നമ്പറും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, ഏതാണ്, അഡ്മിഷൻ കാണുന്നുണ്ടോ, admission25@sgou.ac.in. കൂടുതൽ ഇൻഫോർമേഷൻസ് നിങ്ങൾക്ക് വിളിച്ചിട്ടാണോ അറിയണമെങ്കിൽ 9188909901 എന്നുള്ളതാണ്. അതുപോലെ തന്നെ എന്താണ്, ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട് നമ്പർ ഉണ്ട് 4918892208 എന്നാണ്. SNGS കോളേജ് പട്ടാമ്പി 9188922087 എന്നാണ്. ഗവൺമെന്റ് ആർട്സ് കോളേജ് തൃപ്പൂണിത്തറ 9188922086 എന്നാണ്. ഇനി ബ്രണ്ണൻ കോളേജ് തലശ്ശേരി 9188922089 എന്നുള്ളതാണ്. ഓക്കെ, ഒരേ നമ്പേഴ്സ് വന്നിട്ടില്ലല്ലോ അല്ലെ, 8788878689 അങ്ങനെ തന്നെയാണ് നമ്പർ. ഇതിന്റെ എല്ലാത്തിനെയും വിവരങ്ങൾ അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ മതി. ഓക്കെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അക്കാദമിക് ബ്ലോക്ക് കൊല്ലം 9188909901 എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ നമ്പറാണ് ഇവിടെ കൊടുത്തുള്ളത്. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അക്കാദമിക് ബ്ലോക്കിന്റെ നമ്പറാണ് കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്ന കാര്യം ശ്രദ്ധിക്കാം. There are also learner support centers in 23 colleges in 14 districts. എന്താണ് പറയുന്നത്, 14 ജില്ലകളിലായിട്ട് 23 കോളേജുകളിൽ ലേണർ സപ്പോർട്ട് കേന്ദ്രങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ലേണർ സപ്പോർട്ട് കേന്ദ്രങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യം പറഞ്ഞാലോ, സ്വയം പഠനത്തിന് അച്ചടിച്ച മാറ്റർ ഡിജിറ്റൽ രൂപവും ഉണ്ട്. സഹായ കേന്ദ്രങ്ങളിലെ കൗൺസിലിംഗ്, ആ സഹായ കേന്ദ്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ്, ഓൺലൈൻ അധ്യാപകരുമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. വീഡിയോ സെഷനുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ വേഗം അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്, സെപ്റ്റംബർ 10 ആണ്. ഫീസിന്റെ കാര്യങ്ങളെല്ലാം ഈ വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനി ഈ ഗ്രാൻഡ് വഴി എന്താണ്, ഫീസ് റിഡക്ഷൻ ലഭിക്കുന്നതാണ്. അപ്പൊ ഇതുപോലത്തെ അക്കാദമിക് അപ്ഡേറ്റ്സോ ജോബ് അപ്ഡേറ്റ്സോ എന്തെങ്കിലുമാണ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, വേഗം നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
അപ്പൊ അതുപോലെ തന്നെ MG ഓൺലൈൻ PG ഡിഗ്രി അപേക്ഷയുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇതും സെപ്റ്റംബർ 10 വരെയാണ് കേട്ടോ. മറക്കരുത്, MG യൂണിവേഴ്സിറ്റിയിൽ ഓൺലൈൻ PG ഡിഗ്രി കോഴ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപേക്ഷ സെപ്റ്റംബർ 10 വരെയാണ്. സോ ഇതുപോലത്തെ വീഡിയോസ് ഉണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.